നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവ കോഴയുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ SFIക്കാരാണെന്നാണ് നിലവിലെ പ്രതികളും നൃത്ത അധ്യാപകരുമായ കാസർഗോഡ്, മലപ്പുറം സ്വദേശികൾ പറയുന്നത്. കേസിലെ 2-3 പ്രതികളാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്ന ജോമേറ്റ് മൈക്കിളും സൂരജും. SFI പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹികളാണ് പ്രതികളെന്ന് പറയപ്പെടുന്നു. ഈ മുൻ ഭാരവാഹികൾ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിന്നതിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവത്രേ. ഈ മുൻ ജില്ലാ ഭാരവാഹികൾക്കെതിരെ SFI കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ 5 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അക്ഷയ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പരാതി അതീവ ഗൗരവകരമായതുകൊണ്ട് തന്നെ പരാതി പോലീസിന് കൈമാറാൻ സാധ്യതയുമില്ല. പക്ഷേ SFIക്ക് പണി കിട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കോഴ ആരോപണം നേരിട്ട മാർഗംകളി വിധികർത്താവ് PN ഷാജി ജീവനൊടുക്കിയത്. ഷാജിയെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് SFIക്കാർക്കെതിരെ പുതിയ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. മരിച്ച ഷാജിയെ SFI പ്രവർത്തകർ അതിക്രൂരമായി ആക്രമിക്കുകയും അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഷാജി കോഴ വാങ്ങി അനർഹർക്ക് മാർക്ക് നൽകിയതിന് തെളിവുണ്ട് എന്നാരോപിച്ചാണ് SFI നേതൃത്വം തടഞ്ഞുവച്ചതും മർദ്ദിച്ചതും ആൾക്കൂട്ട വിചാരണ നടത്തി പോലീസിൽ ഏൽപ്പിച്ചതും. SFI നേതാവ് അഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷാജിയെ സെനറ്റ് ഹാളിലുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും നിനക്കിത്ര തടിയുണ്ടല്ലോ, പോയി കിളച്ച് തിന്നൂടെ എന്നും ഷാജിയുടെ ബയോഡേറ്റ വായിച്ച് കളിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് ബാറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മർദ്ദനത്തിനിടയിൽ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുതെന്നും ജീവിക്കാൻ വേറെ വഴിയില്ലെന്നും ആത്മഹത്യ ചെയ്യുമെന്നുമൊക്കെ ഷാജി പറയുന്നുണ്ടായിരുന്നു. ഷാജിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായി ഷാജിയുടെ അമ്മയും പറഞ്ഞിരുന്നു. കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കുകയായിരുന്നു. എന്നാൽ SFI ആക്രമണത്തിനിരയായ ഷാജി കോഴ വാങ്ങിയെന്നതിന് ഒരു തെളിവുമില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേരള സർവകലാശാല കലോത്സവം ചരിത്രത്തിൽ ആദ്യമായി നിർത്തിവച്ചതിന് പിന്നാലെയാണ് അഴിമതി ആരോപണം ഉയർന്നു വരുന്നത്. മാർഗംകളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണം ഉണ്ടാകുന്നത്. ഓരോ മത്സര ഇനത്തിനും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളും ശബ്ദരേഖയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദികൾ SFIക്കാരാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ മുൻപ് ആരോപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ SFIയുടെ അക്രമ വാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത്. SFI നിർദ്ദേശിച്ച ആൾക്ക് 1ാം സ്ഥാനം നൽകാത്തത് കൊണ്ടാണ് ഷാജിയെ മർദ്ദിച്ചത്. ഫോണിൽ വിളിച്ചും ഷാജിയെ ഭീഷണിപ്പെടുത്തി. ഒരു കൊലപാതകം എന്ന രീതിയിലാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത്. SFIയുടെ അതിക്രമങ്ങളെ ഏത് രീതിയിലും പ്രതിരോധിക്കാൻ തയ്യാറാണെന്നും K സുധാകരൻ പറഞ്ഞിരുന്നു.